بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين അഹദോനിൽ ഹംദുകളുരത്ത് പിന്നെ സ്വലാത്തും സലാമുകളോതി വന്നണഞ്ഞ അഹലുകൾക്കെല്ലാം സ്വാഗതമോദിടുന്നേ. മഞ്ചേരി തറവാടിൻ മഹിമ പൊളിവുകളേറെ നിറഞ്ഞൊരു പെരുമ പല നാട്ടിൽ വസിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച സുദിനം വന്നേ. ഷാഹിദ് തിരുവള്ളൂരിനും സ്വാഗതമോതുന്നേ, റാഷിദ് ഗസാലിക്കും സ്വാഗതമോതുന്നേ. ഷാഹിദ് തിരുവള്ളൂരിനും സ്വാഗതമോതുന്നേ, റാഷിദ് ഗസാലിക്ക് സ്വാഗതമോതുന്നേ. പോരിഷകളെ ഇന്ന് പറയാനുണ്ട് ഇവിടെ, ഇമ്പത്തിൽ കൂടുവാനായി ഒരുങ്ങി നാം ഇവിടെ. സ്നേഹത്തിൻ പരിമളം വീശി സന്തോഷത്തിൻ നിറവുകൾ വദനത്തിൽ ചൂടി പല വീട്ടിൽ കഴിയുന്ന അഹലുകൾ ഒരുമിച്ച നിമിഷം വന്നേ. ഈ സംഗമത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റ് പരിപാടികളെ അപേക്ഷിച്ച് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ പരസ്പരം കുടുംബ ബന്ധമുള്ളവർ ആണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച പ്രമേയം കുടുംബ വേരുകൾ ചേർത്ത് വസന്തം തീർക്കാം എന്നുള്ളതാണ്. ഈ മഹത്തായ സംഗമം, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് ദിവസങ്ങളുടെ പ്രയത്നം നമുക്ക് ഇതിനു പിന്നിൽ കാണാൻ പറ്റും. ശരിക്കു പറഞ്ഞാൽ 2026 ബഹുമാനപ്പെട്ട നമ്മുടെ കടവത്തൂരിലെ മുഹമ്മദ് ക, വെളുത്തമറമ്പത്ത് മുഹമ്മദ് ക ഇതിൻ്റെ വേരുകൾ തേടി ആദ്യം പുറപ്പെട്ടപ്പോൾ മറ്റെല്ലാ കുടുംബാംഗങ്ങളും അവരുടെ വേരുകൾ തേടി മുന്നോട്ടിറങ്ങുകയായിരുന്നു. ഏകദേശം 17 വർഷത്തോളം ഈ കുടുംബത്തിൻ്റെ വേരുകൾ തേടി അന്വേഷിച്ചതിൻ്റെ ആദ്യത്തെ ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു മഹാസംഗമം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കുടുംബത്തിൻ്റെ കണ്ണികൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് 2014 തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ സമയത്ത് നമ്മൾ വിചാരിച്ചത് ഒരു 2000-ഓ 3000-ഓ ആൾക്കാരെ ഉൾക്കൊള്ളുന്ന അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർക്കാം എന്നുള്ളതാണ്. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും ഇതിൻ്റെ കണ്ണികളുടെ വ്യാപ്തി ഈ മഞ്ചേരി എന്ന മഹാവൃക്ഷത്തിൻ്റെ ശാഖകൾ ഇങ്ങനെ സമുദ്രം കണക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു
സംഗമം വിളിച്ചു ചേർക്കുക എന്നുള്ളത് എങ്ങനെയായിരിക്കണം, എത്രത്തോളം ആളുകൾ ഉണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയും ഇല്ലാതിരുന്ന കാലം. ആ കാലങ്ങളാണ് പിന്നീട് ഓരോ കൊല്ലങ്ങളായിട്ട് കഴിഞ്ഞു പോയത്. അവസാനം 2023 ഫെബ്രുവരി മാസത്തിൽ ഉസ്സൻകുട്ടിക്ക മാസ്റ്റർ പോലുള്ള ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ സംഗമം എന്താണ്, നടക്കുക. പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ സംഗമത്തിനുള്ള മുറവിളി കൂട്ടുന്നതിനിടയിൽ ഇത് സംഘടിപ്പിക്കാനുള്ള ആ സങ്കീർണതയാണ് കുറച്ചുകൂടി താമസിച്ചു പോയത്. ഏതായിരുന്നാലും 2023 ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഇതിനുള്ള ഒരു തീരുമാനമെടുത്തു. ഡിസംബർ 26-ാം തീയതി ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുചേരാം എന്നുള്ളത്. ഏകദേശം 1 കൊല്ലത്തോളമുള്ള പ്ലാനിങ്ങിന്റെ അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്, അതിന്റെ റിസൾട്ട് കൂടിയാണ് നമ്മൾക്ക് ഇന്ന് ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടുള്ളത്. എനിക്കിന്ന് ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ദിവസമാണ്. കാരണം എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവരും ഒത്തുചേർന്ന് ഇത്രയും ഒരു വലിയ വേദി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായി, ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമായി ഞാൻ കരുതുന്നു. കാരണം ഒരു 2-3 വർഷമായി നമ്മൾ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ മാത്രമേ ഒരു കുടുംബസംഗമം നടത്താൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്തു ഈ നിലയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒടുവിൽ പ്രതിസന്ധികളുടെ മഹാപർവ്വതങ്ങൾ താണ്ടി കാപ്പാട്ടെ യത്തീംഖാനയിൽ നിന്നും രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ ചലിപ്പിക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ച അതുല്യ പ്രതിഭ ശ്രീ ഷാഹിദ് തിരുവള്ളൂർ IIS പ്രൗഢമായ മഞ്ചേരി കുടുംബസംഗമ വേദി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ഒരു കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നടത്തുന്ന സേവനങ്ങൾ, കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടുന്ന മേഖലകളൊന്നും വെറുതെ പോവില്ല എന്ന് മാത്രം ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കവി പാടിയിട്ടുണ്ട്, മഹന്തി റംഗ് ലാത്തി ഹെ സൂഖ് ജാനെ കെ ബാദ്, മഹബത്ത് യാദ് ആത്തി ഹെ ബിഗഡ് ജാനെ കെ ബാദ്. ഇതുപോലെയുള്ള ഒരു ഫാമിലി സംഗമത്തെക്കുറിച്ച് ഒരു ഉറുദു കവി പാടിയ 2 വാക്കാണ്. മഹന്തി റംഗ് ലാത്തി ഹെ സൂഖ് ജാനെ കെ ബാദ്. നമ്മളൊക്കെ കയ്യിലിടുന്ന മൈലാഞ്ചിക്ക് നിറവും തിളക്കവും ഒക്കെ ഉണ്ടാക്കുന്നത് അത് ഉണങ്ങിപ്പോയതിനു ശേഷമാണ്. മൈലാഞ്ചി ഇട്ട ഉടനെ അതിന് വലിയ മനോഹാരിതയൊന്നും ഉണ്ടാവില്ല, ഉണങ്ങിപ്പോയതിനു ശേഷമാണ് അതിന് മനോഹാരിത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് മഹബത്ത് യാദ് ആത്തി ഹെ ബിഗഡ് ജാനെ കെ ബാദ്. നമ്മളിങ്ങനെ ഒരു സംഗമത്തിനൊക്കെ വന്നു ചേർന്ന് ആ സംഗമത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സത്യത്തിൽ നമുക്ക് ആ സംഗമത്തിലുള്ള ആളുകളോടും സംഗമത്തോടും ഒക്കെയുള്ള സ്നേഹം ഉണ്ടാവുന്നത്. അപ്പൊ പലപ്പോഴും നമുക്ക് സ്നേഹബന്ധത്തിന്റെ വില മനസ്സിലാകുക അവിടെ നിന്ന് വിരമിച്ച ശേഷമാണ്. നമ്മളിങ്ങനെ ഒരു കുടുംബത്തിൽ കൂടിയിരിക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിന്റെ ബന്ധം, കുടുംബത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഇതിലേതെങ്കിലും ഒരു കണ്ണി മിസ്സാകുമ്പോൾ നമുക്ക് ആലോചനകൾ വരും, അതിന്റെ വാല്യൂവും അതിന് എത്രമാത്രം മഹത്തരം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നത് നമുക്കൊരു സാധനം മിസ്സാകുമ്പോഴാണ്. സത്യത്തിൽ കുടുംബത്തിന്റെ ഒക്കെ ആണിക്കല്ല് എന്ന് പറയുന്നതും ഈ 2 കവിതകൾ തന്നെയാണ്. സ്വാമി വിവേകാനന്ദനോട് ഒരു വ്യക്തി ചോദിച്ചു, ഒരു കുടുംബ ബന്ധം സക്സസ്ഫുൾ ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അദ്ദേഹം വളരെ സിമ്പിളായി 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സൈലൻസ്, രണ്ടാമത്തത് സ്മൈൽ. വളരെ വ്യത്യസ്തമായി അദ്ദേഹം മറുപടി പറഞ്ഞു. 2 S-ൽ നിന്ന് തുടങ്ങുന്നതാണ്.
സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിന്റെ ഭദ്രതക്കും വിജയത്തിനും ഒക്കെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് തന്നെയല്ലേ? സൈലൻസ് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയല്ല. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങൾ, ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ, തർക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ കാലഘട്ടമാണിപ്പോൾ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് മാറി നിന്ന്, വളരെ നിശബ്ദമായി ഒന്ന് മാറി നിന്ന് നിശബ്ദമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ എല്ലാ വിപ്ലവങ്ങളും ഉണ്ടായത് ഒച്ചപ്പാടിൽ നിന്നോ ആൾക്കൂട്ടങ്ങളിൽ നിന്നോ ബഹളങ്ങളിൽ നിന്നോ ഒന്നുമല്ല. വളരെ നിശബ്ദമായ ചില പ്രവർത്തനങ്ങളിൽ നിന്നാണ് ലോകത്തെ എല്ലാ വിപ്ലവങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഒരു തലമുറയുടെ ഉള്ളിൽ ചെന്നുകൊണ്ട് വളരെ കാലത്തെ പരിശ്രമത്തിലൂടെ പ്രശസ്തി പത്രമാണ് നൽകുന്നത്. ഇവിടെ ഈ മഞ്ചേരി കുടുംബസംഗമം ഇത്ര വലിയ ഒരു സംഭവമാണെന്ന് ഈ കോളേജിൻ്റെ ഗ്രൗണ്ട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഒരു കുടുംബസംഗമമായി ഈ കുടുംബസംഗമത്തെ മാറ്റിയെടുത്ത ഇതിൻ്റെ സംഘാടകരെ അഗൈതമായി ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഈ കോളേജിൻ്റെ ഗ്രൗണ്ട് അനുവദിക്കുക എന്ന് പറയുന്നത് ഇത് ഒരു കമ്മിറ്റിയുടെ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഒരു സ്ഥാപനമാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിവാദം അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഇത്രയും മഹത്തായ ഒരു കുടുംബത്തിൻ്റെ ഒരു യോഗം, ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇതിന് മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ചെറിയ കാര്യമൊന്നുമില്ല. ഇത്രയും അധികം ആളുകളെ കണ്ടെത്തി അവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഇതുപോലൊരു മഹാസംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു കാര്യമാണ്. അത് ചെയ്ത ഇതിൻ്റെ സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. നേരത്തെ അമേരിക്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബ സംഗമം എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടാവും. പക്ഷെ ആ കണക്കുകൂട്ടലിന് അപ്പുറത്തേക്ക് ഒരു കുടുംബ സംഘമായിട്ട് മഞ്ചേരി കുടുംബ സംഗമം മാറിയിരിക്കുകയാണ് ഈ സദസ്സ് കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്ര വലിയ ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ച് സാധാരണ നമുക്ക് ഒരു ചെറിയ തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്താൻ ഏറെ സാഹസപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് വർഷത്തെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. മുഹമ്മദ്ക്കാണ് ഇതിൻ്റെ ഈ മഞ്ചേരി ഫാമിലിയുടെ അതിൻ്റെ വേരുകൾ തേടി അതിൻ്റെ കണ്ടുപിടിച്ച് ഈ തരത്തിലേക്ക് ഇതിൻ്റെ ഒരു മഹാസംഗമമായിട്ട് നടത്തുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അഷ്റഫ് മാഷും ഉസ്സൻകുട്ടി മാഷും അതേപോലെ തന്നെ പൊറ്റേരി കുഞ്ഞമ്പദാജി അടക്കമുള്ള ഒരുപാട് പേർ നിരന്തരമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വേദി ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കുടുംബസംഗമം ഇതോടുകൂടി തീർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താന്റെ കൂടെയൊന്ന് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കുടുംബത്തിന്റെ ഒരു കണ്ണിയായി, അതിലൊരു പുതിയാപ്പിളിയായിട്ട് ചേരാൻ എനിക്ക് കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാനതിനെ കാണുകയാണ്. എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെക്കാലമായിട്ടുള്ള പരിശ്രമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയത്. തീർച്ചയായും ഈ കുന്നിന്റെ മുകളിലേക്ക് കയറി വരുന്നത് ഒരു ജനബാഹുല്യമാണ്. നമ്മുടെ എത്രയോ കാലമായി ആഗ്രഹിച്ച ഡിസംബർ 26 നമുക്ക് സംജാതമായിരിക്കുകയാണ്. നമ്മുടെ കാരണവന്മാരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഒത്തുകൂടിയ ജനബാഹുല്യം. എത്ര മുക്തകണ്ഠം പ്രശംസിച്ചാലും മതിവരില്ല എന്ന് നന്നായി അറിയാം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ സംഗമം നടത്താൻ ഏറെക്കാലം പരിശ്രമിച്ച പ്രിയപ്പെട്ട അബൂബക്കർ മാസ്റ്ററെ
പുത്തലത്ത് അബൂബക്കർ മാസ്റ്ററെ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. മഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ ചെറുപ്പകാലങ്ങളിലൊക്കെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മോശൻ്റെ ജ്യേഷ്ഠനായ മർഹൂം മത്തത്ത് അഹമ്മദ് കെയാണ്. എനിക്ക് പറയാൻ കഴിയാത്ത ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഞ്ചേരിയിൽ നിന്നും വന്ന പരി ഉപ്പാപ്പയുടെ പേരമക്കളാണ് നമ്മളെല്ലാം. വളരെ അഭിമാനം തോന്നുന്നു. പ്രൗഢഗംഭീരമായ നിറഞ്ഞു നിന്ന ഈ സദസ്സ് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 100% ഇത് വിജയിച്ചിരിക്കുന്നു. ഇതിൻ്റെ സംഘാടകർ ഏകദേശം ഒരു വർഷത്തോളം പഠനം നടത്തി ഇത്രയും വലിയൊരു സ്ഥലം, ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെ ഉണ്ടാവും എന്ന് ഒരുപാട് പഠനത്തിന് ശേഷം കണ്ടെത്തിയതാണ് ഈ NM ഗ്രൗണ്ട്, കോളേജിൻ്റെ ഗ്രൗണ്ട്. 4-5 വർഷം മുമ്പ് ഈ കുടുംബസംഗമം ആസൂത്രണം ചെയ്യുമ്പോൾ ആ യോഗത്തിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് ഒരു മഹാസംഗമം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത്. സാത്വിക വിശുദ്ധിയുടെ ആൾരൂപമായിരുന്ന നമ്മുടെ മുൻ MLA NAM പെരുകുത്തൂരിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ ഉയർന്നു നിൽക്കുന്ന ഈ കല്ലിക്കൊണ്ടി കോളേജ് പരിസരത്ത് വന്നു ചേർന്ന സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിലെ അവശത അനുഭവിക്കുന്ന ആളുണ്ട്, കണ്ണീരിൻ്റെ കഥയും വെണ്ണീരിൻ്റെ വിലയും മാത്രമുള്ള ആളുണ്ട്, തീരാ ദുഃഖമുള്ള ആളുണ്ട്, പ്രയാസങ്ങളുള്ള ആളുണ്ട്, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുണ്ട്. അവരുടെ മുമ്പിൽ അപ്പമായിട്ട്, അവരുടെ മുമ്പിൽ ആശ്വാസത്തിൻ്റെ തെളിനീരായിട്ട്, അവരുടെ മുമ്പിൽ കണ്ണീരൊപ്പുന്ന കൈലേശായിട്ട്, അവരുടെ മുമ്പിൽ സാന്ത്വനത്തിൻ്റെ തൂവൽ സ്പർശവും തെന്നൽ സ്പർശവുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയണം. എത്തുന്ന ഒരു സമ്മാനമാണ് UAE ഏറ്റെടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി ഇവർ നിറവേറ്റി. അതിനുള്ള നന്ദിയും കടപ്പാടും ഈ കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ്. UAE ചാപ്റ്ററിന്റെ ചെക്ക് കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. UAE കമ്മിറ്റി നൽകുന്ന ഭക്ഷണം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മുറ പോലെ പോയി കഴിക്കാവുന്നതാണ്. അടുത്തത് മഞ്ചേരി കുടുംബ സംഗമത്തിന്റെ ഐതിഹാസികമായിട്ടുള്ള വേദിയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ പ്രത്യേകിച്ച് നമ്മുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എനിക്ക് ഈ ഒരു വേരുകൾ ചേർത്ത് വസങ്ങൾ തീർത്ത് ഇനിയുമുള്ള എല്ലാ കാലവും നമ്മൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സ്വാഗത ഭാഷകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു കുടുംബ സംഗമത്തിൽ 8000-ന് മുകളിൽ ആളുകൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഈ ഒരു സംഗമം വിജയിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഏഴായിരത്തിനും 8,000-നും വരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലായി പോയല്ലോ നമ്മുടെ ഈ പന്തലിലും. അതേപോലെ തന്നെ അതിഭയങ്കരമായ കാറ്റും വീശിയപ്പോൾ നമുക്ക് ഈ പന്തൽ രൂപീകരിച്ച സൗന്ദര്യം നഷ്ടപ്പെട്ട് പോയതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയെ തടുക്കാൻ നമുക്കാർക്കും കഴിയുകയില്ലല്ലോ. ഏതായാലും ഇപ്പോൾ നമുക്കൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുകയാണ്. കാരണം കാറ്റൊന്ന് ക്ഷമിച്ചു. വളരെ നല്ല ഒരു ക്ലാസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ പ്രവിശാലമായ NAM കോളേജിൻ്റെ ഈ ഗ്രൗണ്ടിൽ കേരളത്തിൽ തന്നെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയൊരു കുടുംബ സംഗമം നടത്താൻ
ഈ മഞ്ചേരി കുടുംബത്തിന് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗിന്നസ് ബുക്കിൽ പോലും 4500 പേരുള്ള കുടുംബസംഘമാണ് ഏറ്റവും വലിയ കുടുംബസംഘം. പക്ഷേ ഏതായാലും 8000-ൽ പരം ആളുകൾ രജിസ്റ്റർ ചെയ്ത ഈ മഹത്തായ മഞ്ചേരി കുടുംബസംഗമം എണ്ണത്തിലും വണ്ണത്തിലും പരിപാടിയിലുമെല്ലാം മികച്ചു നിൽക്കുന്നു എന്ന കാര്യം യാതൊരു ലേശമെന്നീ ഇവിടെ പ്രഖ്യാപിക്കുവാൻ സാധിക്കും. പല നാടുകളിലുള്ളവർ, പല പ്രദേശങ്ങളിലുള്ളവർ, പല ജീവിത സാഹചര്യങ്ങളിലുള്ളവർ, പല തൊഴിൽ മേഖലകളിലുള്ളവർ, പല പ്രായങ്ങളിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂടി ഇന്ന് നിങ്ങൾ മഞ്ചേരി കുടുംബസംഗമം എന്ന രീതിയിൽ ആവേശപൂർവ്വം NAM-ന്റെ ഈ മനോഹരമായ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി നിങ്ങൾ ആ സ്നേഹം ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ സങ്കല്പങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്ന സങ്കല്പമാണ്. കാരണം അവിടെ മാത്രമേ ഇതുപോലെയൊക്കെ ഒരുമിച്ച് കൂടാൻ കഴിയൂ. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നിങ്ങളിങ്ങനെ കൂടിയിരുന്നൊന്ന് ഒന്ന് അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞു നോക്കിയാൽ വ്യത്യസ്ത രാഷ്ട്രീയ സംസ്കാരങ്ങളിൽ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം. എല്ലാവരും ഒരു പാർട്ടിക്കാരോ ഒരു വിഭാഗക്കാരോ ഒരു രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരോ ആകണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ ആ വ്യത്യസ്തതകൾക്കിടയിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ആ കെട്ടുറപ്പാണ്. വ്യത്യസ്ത മതസംഘടനകളുടെ ഭാഗമായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവാം. ആശയധാരകൾ ഒരാളുടേത് പോലെയല്ല മറ്റൊരാളുടേത്, ഒരാൾ നിസ്കരിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ചിലപ്പോൾ നിസ്കാരത്തിന്റെ അതിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, ഒരാളുടെ ആരാധനാ രീതി പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്. ഇതൊക്കെ വ്യത്യസ്തമാകാം. ഒരു മതത്തിനുള്ളിൽ തന്നെയാണെങ്കിലും മതത്തിന്റെ വിവിധ സംഘടനാ സങ്കല്പങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങളുടെയും ഇടയിൽ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഒരുമിച്ചിരുത്തുന്നതിന്റെ പേരാണ് കുടുംബം എന്ന് പറയുന്ന ഒന്ന്. നമ്മുടെ മഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ദിനമാണ് ഇന്ന്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അതുപോലെ തന്നെ ഒരുപാട് പ്രയത്നത്തിലൂടെ നമ്മൾ ഇന്ന് സംഗമിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് കണ്ണിറയെ നമ്മുടെ കുടുംബാംഗങ്ങളെ കാണാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ എല്ലാവരുമായി പരിചയം പുതുക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു സുപ്രധാനമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച അല്ലാഹു തആലയോട് ഒരുപാട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ നമ്മൾ മറ്റു പല രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെടുന്നവരായിരുന്നു. പിന്നീട് അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേട്ടു തുടങ്ങുകയും നമ്മുടെ സ്വന്തം നാട്ടിലും ചുറ്റുവട്ടത്തിലും പല കുടുംബത്തിലും തന്നെ ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന വർത്തമാന കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും പിഴുതുമാറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. മഹാകുടുംബ സംഗമത്തിൽ എന്റെ കർത്തവ്യം സ്വാഗതം ഈ സെഷനിലെ സ്വാഗതം പറയലാണ്. ഈ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് TTK അഹമ്മദ് ഹാജി. അദ്ദേഹത്തിന് എന്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതിനുശേഷം ഫാമിലി ഡയറക്ടറി പ്രകാശനവും മഞ്ചേരി ഫാമിലി ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും അതുപോലെ മഞ്ചേരി ഫാമിലി ഡ്രസ് എംബ്ലം ഡിസൈൻ ചെയ്ത ഷാജി മാസ്റ്റർ കല്ലോടിന് ഉപഹാരം നൽകുന്നതും ആണ് ഇവിടെ നടക്കാനിരിക്കുന്ന ചടങ്ങ്. അള്ളാഹുവിൻ്റെ രക്ഷ പ്രതീക്ഷിക്കുന്ന നമുക്ക് ഈ കുടുംബക്കാരുടെ സലാം അടക്കുക തന്നെ ചെയ്താൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നമ്മുടെ കടവത്തൂര്
അബൂബക്കർ മാഷ് ഞങ്ങളുടെ നാഷണൽ കോളേജിൽ പ്രിൻസിപ്പാളായിരുന്ന കാലത്ത് പറയുമായിരുന്നു, നമ്മളൊക്കെ മഞ്ചേരി കുടുംബക്കാരാണ്, അതുകൊണ്ട് ഈ മഞ്ചേരി കുടുംബം ഒന്ന് ഏകോപിപ്പിക്കണമെന്നും ഇതിൻ്റെ ഒരു സംഗമം നടത്തണമെന്നൊക്കെ അബൂബക്കർ മാഷ് പണ്ട് പറയുമായിരുന്നു, ഒരു 10 വർഷം മുമ്പ്. പക്ഷെ അന്നൊക്കെ വിചാരിച്ചു എന്ത് മഞ്ചേരി കുടുംബം എന്ന് എങ്ങനെ ഇത് സംഘടിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു. മൺമറഞ്ഞു പോയ നമ്മുടെ മുൻ തലമുറക്കാരാണ്. ഫാമിലി ഡയറക്ടറി പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. എല്ലാവരും നമ്മുടെ പൂർവ്വപിതാക്കൾ ഈ ഒരു വലിയ സമൂഹത്തെ തിരിച്ചറിയാതെ പോയത്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പരിയുപ്പാപ്പാന് നമ്മളെക്കാൾ എത്രയോ മനോഹരമായി വർണ്ണിക്കാൻ അവരെ പറ്റിയുടെ കണ്ണികളുടെ ഡെപ്തറിയുന്ന നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് സാധിക്കാൻ പറ്റാത്ത ഒരു വലിയ ദൗത്യം നമ്മളുടെ ഈ ആധുനിക യുഗത്തിൽ ഈ ഒരു കല്ലിക്കണ്ടി കോളേജ് സാക്ഷിയാക്കിക്കൊണ്ട് ഒരു ചരിത്രം രചിക്കാൻ എങ്ങനെ നമുക്ക് സാധിച്ചു എന്നുള്ളത് എന്നെ വല്ലാതെ വിസ്മയിപ്പിക്കുകയായിരുന്നു. ഈ ഒരു ആപ്പ് നിർമ്മിക്കാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ ഈ കണ്ണി ഇന്ന് 12ാമത്തെ തലമുറയിൽ എത്തി നിൽക്കുകയാണ്. ഈ കണ്ണി മുറിയാതെ അടുത്ത ജനറേഷൻ, ഇവിടുത്തെ ന്യൂ ജനറേഷൻ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അടുത്ത തലമുറയ്ക്ക് ഓരോ കുടുംബ കണ്ണികളെയും കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറുവാനും അത് തുടർന്നു പോകുവാനുമുള്ള ഒരു വലിയ ഉപകാരം അവർക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മഞ്ചേരി ഫാമിലിയുടെ IT വിങ് ഈ ഒരു ആപ്പിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് രൂപകൽപ്പന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ സെക്ഷൻ നല്ല ഭംഗിയായി നടന്നു. ഇതിൻ്റെ ഒരുപാട് നമ്മുടെ കരീം സാഹിബ്, അതേപോലെ തന്നെ DDK മുഹമ്മദ് സാഹിബ്, പിന്നെ സ്വാഗത ഭാഷണം നടത്തിയ നമ്മളെ മുസ്തഫ തയ്യൽ, അതേപോലെ നമ്മളെ ആപ്പ് ലോഞ്ചിങ് റഷീദ് കിടഞ്ഞി, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. വളരെ കാലമായി നമ്മുടെ VP മുഹമ്മദ് ക വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ മാഹാത്മ്യം ഈ ഒരു നിലയിൽ എത്തിച്ചതിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊരാൾക്കും ചെയ്യാത്തൊരു കാര്യമാണ്, ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണികളിൽപ്പെട്ട എല്ലാ വീടുകളിലും പോയി ഈ ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഈ കാര്യത്തിൽ എന്നിൽ അത്ഭുതമായ കർത്തവ്യം ഈ സെഷന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇതിൽ അധ്യക്ഷം വഹിക്കുന്ന റഷീദ് DK ഞാൻ ആദ്യമായി എന്റെ സ്വന്തം പേരിലും കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റ് പരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാ പിഞ്ചു മക്കളെയും ഈ കമ്മിറ്റിക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് മഞ്ചേരി കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. അദ്ദേഹത്തിന്റെ ദുആയും പ്രാർത്ഥനയും ഈ കുടുംബത്തിന് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ചടങ്ങ് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നേരത്തെ ആൾക്കാർ സൂചിപ്പിച്ചതുപോലെ ഒരു മഹത്തായ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ കുടുംബത്തിന്റെ പേരിലുള്ള പരിപാടിക്ക് വേണ്ടി കുറുങ്ങോട്ട് കുടുംബം സംഭാവന ചെയ്ത സംഖ്യയുടെ ചെക്ക് ബഹുമാനപ്പെട്ട TDK ഖാദർ ഹാജിയെ ഏൽപ്പിക്കുന്നു.
സന്തോഷമാക്കി തരുന്നു. അവസാനം ഈമാ സലാമത്തി നമ്മളെല്ലാവരെയും മരിപ്പിച്ചു തരും. ഈമാ സലാമത്താക്കി എല്ലാവരെയും മരിപ്പിച്ചിട്ട് അതെല്ലാം വേണ്ടിയാണ്. സന്തോഷമാക്കി തരുന്നു. വർക്കത്തുണ്ട് നമ്മുടെ വലിയ സാധന വർക്കത്തുണ്ട്. എല്ലാവരും ഞങ്ങൾ സന്തോഷമാക്കി തരുന്നു. മണിക്കിട്ടത്തെ മണി വളക്കിലും കാണാതെന്താണ് ഉടയവന്റെ പരിശുദ്ധ നാമം അതിനാൽ തുടങ്ങിടുന്നേ ഉരത്തിടുന്നേ ഹംദ് സ്വലാത്തും ഉദിമതി കത്തും മിസലൊളി മുത്തും ഉടയവന്റെ പരിശുദ്ധ നാമം അതിനാൽ തുടങ്ങിടുന്നേ റഹ്മാൻ